ദൃശ്യം 3 കാണാനൊരുങ്ങുന്ന പ്രേക്ഷകർക്ക് ഒരു മുന്നറിയിപ്പുമായി സംവിധായകൻ ജിത്തു ജോസഫ്. മലയാളത്തിലെ എക്കാലത്തെയും സസ്പെൻസ് ത്രില്ലർ സിനിമകൾ എടുത്താൽ അതിൽ ഉറപ്പായും ഇടം പിടിക്കുന്ന ഫ്രാഞ്ചൈസിയാണ് ദൃശ്യം. 2013 പുറത്തിറങ്ങിയ ദൃശ്യത്തിലൂടെ ജിത്തു ജോസഫ് കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്കാണ് നേടിയത്. 2021 ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങുമ്പോഴേക്കും ഭാഷയുടെ അതിവരമ്പുകൾ മറികടന്ന് ദൃശ്യം ആഗോളമായി കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ വിദേശ ഭാഷകളിലേക്ക് ഇത്രയും റീമേക്കുകൾ പോയിട്ടുള്ള മറ്റൊരു മലയാള ചിത്രമില്ല. അതേസമയം ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിനായി കാത്തിരിപ്പിലാണ് അണിയറക്കാർ. ഏപ്രിൽ 2 ചിത്രത്തിൻ്റെ റിലീസ്. ഇപ്പോഴത്തെ ചിത്രം കാണാനൊരുങ്ങുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജിത്തു ജോസഫ്. തൻ്റെ പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ്റെ റിലീസിന് ശേഷമുള്ള പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയായിരുന്നു ജിത്തു ജോസഫ്. ദൃശ്യം 3 കുറിച്ച് ജിത്തു ജോസഫ് പറയുന്നു: ഒരു അപ്രതീക്ഷയുമില്ലാതെ വരിക. ആദ്യ ഭാഗം പോലെയോ രണ്ടാം ഭാഗം പോലെയോ അല്ല ദൃശ്യം 3. ജോർജ് കുട്ടിയുടെ ഇമോഷനുകളിൽ കൂടിയാണ് അതിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഭയങ്കര ജഗപൊക സിനിമ പ്രതീക്ഷിച്ചു വന്നാൽ നിരാശരായിരിക്കും. പക്ഷേ അതൊരു നല്ല സിനിമയാണെന്ന് കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ ഇതിനെ ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗവുമായി താരതമ്യം ചെയ്യാൻ വന്നാൽ എനിക്കറിയില്ല. കാരണം ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അതാണ്. കാരണം വലതുവശത്തെ കള്ളനെയും പലരും താരതമ്യം ചെയ്യുന്നത് മെമ്മറീസും ദൃശ്യവും ഒക്കെ ആയിട്ടാണ്.